ഹലോ, ഇന്ന് നമുക്ക് ഒരു പുതിയ റെസിപ്പി, നമ്മുടെ ചൂട് കാലാവസ്ഥയൊക്കെയാണ്, അതിന് പറ്റിയ ഒരു പുതിയ റെസിപ്പി. അത് നമുക്ക് ജ്യൂസായിട്ടോ ഷേക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ വെക്കുന്ന ഒരു നല്ല സാധനം. അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? ഈ ചൂട് കാലാവസ്ഥക്കാണോ ഇത് പോസ്റ്റ് ചെയ്യുന്നത്? ചൂട് കാലാവസ്ഥ ഇങ്ങനെ എടുക്കുന്നേ എടുത്താൽ മതിയോ? അത് ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ മഴക്കാലത്ത് എടുത്തതും അതിന്റെ മുമ്പിലത്തെ ചൂടുകാലത്ത് എടുത്തതൊക്കെ കിടപ്പുണ്ടല്ലോ, അതൊന്നും പോസ്റ്റ് ചെയ്യാതെ ഇപ്പൊ ഇത് പോസ്റ്റ് ചെയ്യാം. അത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് വെക്കും. ചില സമയത്ത് എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ സമയം കിട്ടാതെ വരും. അപ്പം ഞാൻ എന്തെടുക്കും, ഈ കിടക്കുന്ന വീഡിയോ ഒക്കെ അന്നേരം കൊണ്ട് പോസ്റ്റ് ചെയ്യും. അതിപ്പോൾ ചൂടുകാലമാണോ തണുപ്പ് കാലം എന്നപ്പോൾ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോൾ ആദ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാമെന്ന് തോന്നുന്ന എടുത്താൽ പോസ്റ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഈ ചൂടുകാലത്ത് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉള്ള സാധനം പറഞ്ഞു പറഞ്ഞാൽ 5-6 മാസം മുമ്പ് ഉള്ള വീഡിയോ എൻ്റെ ഇനി റിപ്പോർട്ട് പോസ്റ്റ് ചെയ്യാൻ. അതിനിപ്പോൾ എടുക്കുന്നത് ഞാൻ ആദ്യം ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കും. ആദ്യം കിട്ടുന്നത് ആദ്യം പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നോക്കി വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നി പോസ്റ്റ് ചെയ്യാൻ പതിവ്. അതിന് ഞാൻ കാലാവസ്ഥയും ഒന്നും നോക്കത്തില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് പറഞ്ഞ പോലെ മഴക്കാലത്ത് നല്ല കോൾഡ്. മഴക്കാലത്ത് ഇച്ചിരി തണുത്ത വെള്ളം കുടിച്ചാൽ മഴക്കാലത്ത് തണുത്ത കഴിക്കാൻ നോക്കി തോന്നത്തില്ല. പിള്ളേർക്കൊക്കെ തോന്നും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടിയാൽ അപ്പൊ അവര് കഴിച്ചോളൂ. പിന്നെ നമ്മളെ പോലെ പിള്ളേർ കഴിക്കും. ഞാൻ കഴിക്കും. എനിക്ക് ചൂട് തണുപ്പൊന്നും പ്രശ്നമില്ല. തണുപ്പ് കാലത്ത് എനിക്ക് ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ കഴിക്കും. മതി വീഡിയോയുടെ നീളം കൂടും കഥ പറഞ്ഞിട്ടിരുന്നാല്. അപ്പം നമുക്കിനി ഇതിനെന്തൊക്കെയാ ചേരുവകളൊന്നും നോക്കാം. ഇപ്പം ഏതാണ്ട് ഞാൻ ആ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം സൈസിലുള്ളതാണ്. ഒരു 3 വലിയ ക്യാരറ്റും, രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെ വരണം. അതുകൊണ്ടാണ് ഇച്ചിരി മീഡിയം സൈസിൽ എടുത്ത് വെച്ചേക്കുന്നത്, വലിയ ക്യാരറ്റും എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലപോലെ തൊലി കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വരണം. അത്രയും വരെ കഴിഞ്ഞിട്ട് ബാക്കി എന്താ നോക്കാം. ഞാൻ വേണ്ട ആ മധുരക്കിഴങ്ങും ക്യാരറ്റും 2 ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ കഴുകി അരിഞ്ഞെടുത്തതാണ് തൊലിയെ കളഞ്ഞിട്ട്. ഇനി നമുക്ക് അതിനെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേണ്ട ഞാനത് മൊത്തം കുക്കറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ഗ്ലാസ്സിനകത്തിൽ 1 ഗ്ലാസ് വെള്ളം, നമ്മൾ 1 ഗ്ലാസ് അത് ഏവാനുള്ള വെള്ളമാണ് ഉദ്ദേശിച്ചത്, ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് വെയിറ്റ് വെക്കാതെ അടുപ്പേ വെച്ച് വെക്കണം. എന്നിട്ട് ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് വെക്കുക. എന്നിട്ട് 3 വിസിൽ അടിക്കുക. എന്നുവെച്ചാൽ ഇതിനകത്തേക്കുന്ന മധുരക്കിഴങ്ങും ക്യാരറ്റും നല്ലപോലെ വെന്ത് കിട്ടണം. ആ പരുവത്തിന് നമുക്ക് വെന്തില്ലെങ്കിൽ 1 വിസിൽ പിന്നെ ആണെങ്കിൽ അടുപ്പിക്കാം. ഇപ്പം ഞാൻ 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ പറയാം. അപ്പം നമുക്കിനിയും ഇത് അടുപ്പയിലോട്ട് വെച്ച് അതിൻ്റെ ആവി മൊത്തം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. അത്രയും വരെ ആയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റും മധുരക്കിഴങ്ങും എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 4 വിസിൽ അടുപ്പിച്ച് മധുരക്കിഴങ്ങ് ഇച്ചിരി നല്ലോണം വേവണമായിരുന്നതുകൊണ്ട് ഇപ്പോൾ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കൂടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇച്ചിരി കൂടുതൽ വെച്ചാണ്. അതിന് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഒരു സ്മെല്ല്, പിന്നെ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞാൽ എടുക്കാം. പിന്നെ ഞാൻ അതിൽ കുറച്ച് ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി എടുക്കുകയാണ്. വെള്ളമില്ല, അത് മാത്രമായിട്ട്. ഇത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കിത് അരച്ചു കൊടുത്താൽ പിള്ളേർക്ക് നല്ലതാണ്. ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അത് പകുതി കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റിയിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആ വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളമുണ്ട്, ആ വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ആ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളവും എല്ലാം കൂടെ ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെന്തതിൻ്റെ ബാക്കി വെള്ളമുണ്ട് അതോടെ ചേർത്ത് ഒന്ന് ചേർന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഇതിനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്ത് മെയിൻ പരിപാടി. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ ആ പരുവത്തിലുള്ള, ഒരുപാട് മധുരം വേണ്ടാത്തൊക്കെ കുറച്ച് ചേർത്താൽ മതി. ക്യാരറ്റിനും മധുരക്കിഴങ്ങിനൊക്കെ ചെറിയ മധുരം ഉള്ളതുകൊണ്ട് മധുരം കൂടുതൽ വേണ്ടത് കൂടുതൽ മധുരം ചേർക്കാം. ഞാനൊരു 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് ഏലക്കാപ്പൊടി, ഒരു നുള്ള ഏലക്കാപ്പൊടി. അത് ഓപ്ഷണലാണ്, വേണമെന്നവർക്ക് മാത്രം ചേർത്താൽ മതി. ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കാതിരിക്കാം. ഇനിയും വേണ്ടുന്നത് നല്ല കട്ട പാല്
ഇത് തണുപ്പ് വേണ്ടുന്നവർക്ക് പാൽ ഇങ്ങനെ കട്ടായിട്ട് തന്നെ ചേർക്കാം. തണുപ്പ് വേണ്ടെന്നുള്ളവർക്ക് ഈ പാൽ തന്നെ കാച്ചി അത് ചേർത്ത് കൊടുക്കാം. കാച്ചി തണുപ്പിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടപ്പാലാണ് ചേർക്കുന്നത്. എനിക്ക് ഇച്ചിരി തണുപ്പൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തന്നെ ഇതിനകത്തേക്ക് ഒരു അരക്കവർ പാല്, അത് 500 പകുതി 250 മില്ലി പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇനിയും ലൂസായിട്ട്, എനിക്ക് ഇച്ചിരി കട്ടിയായിട്ടൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനിയും ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് പാല് കാച്ചി തണുപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. അതല്ല നല്ല ലൂസായിട്ട് വേണമെന്നവർക്ക് പാല് മൊത്തത്തിൽ കട്ട ഇങ്ങനെ ചേർക്കാതെ പാല് കാച്ചി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. തണുത്തതിന് ശേഷം മാത്രം ചേർക്കാം. അപ്പോൾ തണുപ്പില്ലാതെയും കഴിക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. മധുരമൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കുമ്പോൾ അടിച്ചെടുത്താൽ മതി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മധുരം കുറച്ച് കുറവായിരുന്നു, ഞാൻ കുറച്ച് മധുരം കൂടെ ചേർത്തു. ഏലക്ക ടേസ്റ്റ് വരാൻ വേണ്ടി ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തു. അതൊക്കെ നമ്മുടെ പരുവത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഇതാണ്ട് ഇതാണ് അതിൻ്റെ പരുവ്. ഇപ്പം നമുക്കിനി ഇത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് നമുക്കെടുത്ത് കഴിക്കാം. ഇത് ജ്യൂസായിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് പാല് കാച്ചി തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കുടിക്കാം. അതല്ലെങ്കിൽ പാല് കാച്ചി വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ എടുത്താൽ തണുപ്പില്ലാതെ ജ്യൂസായിട്ട് കുടിക്കാം. അതല്ലാതെ ഇതുകൊണ്ട് തന്നെ ഷേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല വാനില ഐസ്ക്രീം ഉണ്ട്. അതുകൂടെ കുറച്ച് അതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒക്കെ നല്ല ഷേക്കായിട്ട് കഴിക്കാം. ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ഷേക്ക്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇച്ചിരി ചെറിയോ അല്ലെങ്കിൽ നട്ട്സോ ബദാമോ ഏതെങ്കിലും വെച്ച് ഒന്ന് അതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. വേണ്ട നമ്മുടെ മധുരക്കിഴങ്ങ് ക്യാരറ്റ് ജ്യൂസാണിത്. പാല് ചേർത്ത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. പാല് കാച്ചി ആറിച്ചൊഴിച്ച് തണുപ്പില്ലാത്ത ജ്യൂസാണിത്. ഇത് വേണമെങ്കിൽ തണുപ്പിച്ച് നമുക്ക് എടുക്കാം. ഇത് നമ്മളുടെ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർക്കാം. എന്നിട്ടിപ്പോൾ നല്ല സൂപ്പർ ഷേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം നമുക്ക് ഈ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നത്. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് കാണിക്കാണിത്. സൂപ്പർ. ആ മധുരക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിട്ടുണ്ട് ജ്യൂസിനകത്തിൽ. ഇനി നമുക്ക് നമ്മൾ ഷേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷേക്ക് എടുക്കുമ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് വേണം എടുക്കാൻ. മധുരക്കിഴങ്ങിൻ്റെ ആ പോർഷൻ കൂടെ ചേർത്ത് വേണം എടുക്കാൻ. സൂപ്പർ, ഒന്നും പറയാനില്ല. എനിക്ക് ജ്യൂസിനൊക്കെ ഇഷ്ടപ്പെട്ട ഷേക്കാണ്. ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. ഇതിനകത്ത് മധുരക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഒന്നും വലിയതായിട്ട് അറിയുന്നില്ല. ഐസ്ക്രീമൊക്കെ ഉണ്ട്. വാനില ഐസ്ക്രീം ഇട്ടേക്കുന്നതായിരിക്കാം. ഇതിനകത്തിൽ ആ മധുരക്കിഴങ്ങിൻ്റെയും ആ ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് നല്ലപോലെ അറിയാനൊക്കുന്നുണ്ട് ഇതിനകത്തിൽ. അപ്പോൾ ഇത് രണ്ട് നല്ല സാധനങ്ങളാണ്. അപ്പം നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും വാങ്ങിച്ച് മഴയൊക്കെ വരുന്നതിന് മുമ്പ്, അത് മഴക്കാലത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്, എന്നാലും മഴയൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇത് വാങ്ങിച്ച് ഒന്ന് കഴിച്ച് നോക്കുക. മഴക്കാലത്തായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തണുപ്പൊക്കെ ചെല്ലും. പിള്ളേർക്കൊക്കെ ഏത് സീസണിൽ കൊടുത്താലൊക്കെ ഇഷ്ടമായിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുക്കാം. നല്ലൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.